അതിർത്തി കടന്നുള്ള സൈനിക നടപടി ആരംഭിക്കാൻ ട്രംപ് പദ്ധതിയിടുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്ത്. കുർദിഷ് പോരാളികളോട് ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരാനാണ് ഇപ്പോൾ ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം മാറുന്ന സാഹചര്യത്തിലാണ്, അതായത് വലിയ രീതിയിൽ അത് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ട്രംപ് ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കുന്നത്. അതായത് ഇറാന്റെ സമ്പൂർണ്ണ നാശമാണ് ഇവിടെ ഇതിലൂടെ തന്നെ ട്രംപ് ഉന്നമിക്കുന്നതും. നിലവിൽ ഇറാഖിൽ വസിക്കുന്ന ഇറാനിയൻ കുർദിഷ് പോരാളികൾ അതിർത്തി കടന്നുള്ള സൈനിക നടപടിക്ക് തയ്യാറെടുക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്താകട്ടെ ഇറാന്റെ സുരക്ഷാ സേനയെ എങ്ങനെ ആക്രമിക്കണം എന്നതിനെക്കുറിച്ച് കുർദിഷ് മിലിഷ്യകൾ അമേരിക്കയുമായി തന്നെ കൂടിയാലോചന നടത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്നുകൊണ്ട് തങ്ങളുടെ വീടുകളും ഗ്രാമങ്ങളും വിട്ട് അയൽ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തവർ എന്നതാണ് ഇവരെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അതേപോലെ ഇറാഖ്, സിറിയ, തുർക്കി, അർമേനിയ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ അവർ പ്രധാനമായും തന്നെ താമസിക്കുന്നത്. വിവിധ രാജ്യങ്ങളുമായി തന്നെ 4 കോടിയോളം തന്നെ കുർദുകൾ വസിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സ്വന്തമായി ഒരു രാജ്യമില്ല. വർഷങ്ങളായി തന്നെ കുർദുകളാകട്ടെ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രത്യേക രാഷ്ട്രത്തിനായുള്ള ഒരു ആവശ്യം നിരന്തരം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനെ ആരും മാനിച്ചില്ല എന്നതാണ് വസ്തുത. അതേപോലെ തന്നെ ഐസിസിനെതിരെ തന്നെ US ചേർന്ന് പോരാടാൻ കുർദുകൾ എല്ലായ്പ്പോഴും തന്നെ തയ്യാറെടുക്കുന്നുണ്ട് എന്നതും ഇവിടെ വസ്തുതയായി എടുത്തു പറയുന്നു. ഇക്കാര്യം കണക്കിലെടുത്തത് കൂടിയാണ് ഇറാനെതിരെ കുർദിഷ് സേനയെ രംഗത്തിറക്കാൻ US പദ്ധതിയിടുന്നത്. അതേസമയം ഇറാനിലെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 8 മുതൽ 17% വരെ കുർദുകളാണ് എന്നതാണ് വസ്തുത. 1946 റിപ്പബ്ലിക് ഓഫ് മഹദാബ് എന്ന പേരിൽ ഒരു കുർദിഷ് രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് ഇറാനിയൻ സൈന്യം അത് പൂർണ്ണമായും പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഷാ മുഹമ്മദ് റസ പഹൽവിയുടെ ഭരണകാലത്താണ് കുർദുകൾ ധാരാളമായി തന്നെ അടിച്ചമർത്തലുകൾ നേരിട്ടതായി തന്നെ പറയപ്പെടുന്നത്. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്നുകൊണ്ട് അവർക്കെതിരായ അടിച്ചമർത്തലുകൾ വർദ്ധിക്കുകയും ചെയ്തു. ഇറാനിയൻ സൈന്യവുമായുള്ള യുദ്ധത്തിൽ ആയിരക്കണക്കിന് കുർദുകൾ കൊല്ലപ്പെടുകയും, എന്നാൽ ഇപ്പോൾ ഈ കുർദിഷ് ഗ്രൂപ്പുകളിൽ പലതും വടക്കൻ ഇറാഖിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. ആയതിനാൽ തന്നെ ഇറാനെതിരെ പോരാടാനാണ് ഇപ്പോൾ ഇവരോടായി തന്നെ ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതേസമയം സമീപ ദിവസങ്ങളിലായി തന്നെ ഇസ്രായേൽ ആകട്ടെ ഇറാനിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. അതായത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ ആക്രമണം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനിയുടെ നേതൃ സമുച്ചയത്തിന് താഴെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭൂഗർഭ ബങ്കർ അത് ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ തന്നെ ഇസ്രായേൽ നടത്തിയത്. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മൊസാദുമായി ഏകോപനം നടത്തിക്കൊണ്ട് ഏകദേശം 50 ജെറ്റുകൾ ഓപ്പറേഷനിൽ പങ്കെടുത്തതായി തന്നെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേലി വ്യോമസേന തന്നെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചതായി തന്നെ വ്യക്തമാക്കുന്നതും. സുരക്ഷിതമായ ഒരു അടിയന്തര ആസ്തി എന്നതായിരുന്നു ബങ്കറിനെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. ഓപ്പറേഷൻ റോറിംഗ് ലയൺ ആ സമയത്ത് തന്നെ നേരത്തെ നടത്തിയ ആക്രമണങ്ങളിൽ ഖൊമേനി കൊല്ലപ്പെട്ടതിനാൽ തന്നെ അദ്ദേഹം ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലടക്കമാണ് പുറത്തു വരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഇറാനിയൻ ഭരണകൂടത്തിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ കോമ്പൗണ്ട് ഉപയോഗിച്ചിരുന്നതായി തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.